ആരെങ്കിലും ഞാൻ നടന്നു വരുമ്പം സുമാരൻ നായരുടെ ഒരു ചിങ്കിടി വരുന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ട്? എന്നെ കാണുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി, ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കും ആർക്കെങ്കിലും തോന്നിയോ അയ്യോ ലേടെ ഒരു ചിങ്കിടി വരുന്നു എന്ന് ഒരാളും പറയത്തില്ല. മന്നത്തെ ആചാര്യനെ പോലെ മഹാൻ നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ബസ് കിട്ടാത്തടത്ത് നടന്നുപോയി. ഒറ്റ മുണ്ടെടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു മുണ്ടെടുത്തു വരും, ഈ മുണ്ട് നനച്ച് മൂപ്പര് ഉടുത്തേച്ച് ഒരു തോർത്തും കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കും മുണ്ട് ഉണങ്ങുന്നവരെ. അച്ഛൻ പറയുന്ന ആ മുണ്ടഴിച്ചവിടെ നനച്ചിട്ട് കോണം കൊടുത്ത് തോർത്തും കൊടുത്തേച്ച് അവിടെ ഇരിക്കും. ഈ മുണ്ട് ഉണങ്ങിയ ശേഷം ആ മുണ്ട് ഉടുത്തോണ്ടാ പിന്നെ അടുത്ത യാത്ര. കാരണം പൊതിയും കെട്ടുമൊന്നുമില്ല കയ്യിൽ. കിട്ടുന്നതെല്ലാം കൂടി പൈസ എന്താ 10 ചക്കയാണെങ്കിൽ അത് അവിടെ വെച്ച് ലേലം ചെയ്ത് കിട്ടുന്ന കാശ് മുണ്ടിൽ ഇങ്ങനെ തിരികെ വെച്ചുകൊണ്ട് നടന്നു. ഉപയോഗിച്ച പേഴ്സും കണ്ണാടിയും അതിൽ കിടന്ന ചില്ലറ പൈസയും വരെ ഈ സമുദായത്തിന് സംഭാവന നൽകി പിരിഞ്ഞുപോയ മഹാനായ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കൾ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. മന്നം സമാധി, അവരുടെ മുത്തച്ഛൻ ഉറങ്ങുന്ന മന്നം സമാധിയിൽ കയറാൻ പറ്റില്ല. ഈ പുസ്തകത്തിന്റെ പ്രകാശനോടൊപ്പം ഞാൻ നായർ സമുദായം, ലോകത്ത് മുഴുവനുള്ള നായർ സമുദായക്കാരോട് ഞാൻ അഭ്യർത്ഥന, ഇത് NSSനെതിരെയുള്ള സമരമല്ല, ഇത് നായരുടെ അവകാശമാണ്. നായരുടെ കാണപ്പെട്ട ദൈവമായ മന്നത്താചാര്യനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതിനുള്ള സമരം ഇവിടെ ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബന്ധനത്തിൽ നിന്ന്, അദ്ദേഹം ബന്ധനത്തിലാണ്, അദ്ദേഹത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാം. കാരണം ഏതൊരു നായർ സമുദായത്തിനും മന്നത്തെ ആചാര്യനെ ആദരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവിടെ പുഷ്പാർച്ചന ചെയ്യാൻ അവകാശമുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറി എനിക്ക് മാധ്യമങ്ങളും തന്നൊരു മറുപടിയിൽ പറയുന്നുണ്ട്, ഇതൊരു ദേവാലയമാണ്. ശരിയാണ്, ദേവാലയമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കും, ഉച്ചയ്ക്ക് 11:30 കഴിയുമ്പോൾ അടയ്ക്കും, വൈകിട്ട് 5 മണിക്ക് തുറക്കും, രാത്രി 9 മണി 8 മണിയാകുമ്പോൾ 8:30 അടയ്ക്കും. ആറ്റുകാൽ ക്ഷേത്രം, പഴവങ്ങാടി ക്ഷേത്രം, ഇതിനൊക്കെ ഒരു ചിട്ടയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മന്നത്തെ ആചാര്യന്റെ ഈ ക്ഷേത്രം എത്ര മണിക്ക് തുറക്കും, എത്ര മണിക്ക് അടയ്ക്കും? ഒരുപാട് നായർ സമുദായങ്ങൾക്കും അല്ലാത്തവർക്കും അവിടെ കയറി പ്രാർത്ഥിച്ചാൽ കൊള്ളാം, ഒരു പുഷ്പാർച്ചന ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. അറിയാൻ നമുക്ക് അവകാശമില്ലേ? അത് മാധ്യമങ്ങളോട് പ്രസിദ്ധീകരിക്കൂ, ജനങ്ങൾ അറിയട്ടെ. ഈ തള്ള് ഞാൻ കാണിച്ചു തരാം, ഞാൻ അങ്ങനെ ചെയ്ത് കളയും. എൻ്റെ അഡ്രസ് ഞാൻ 3 അഡ്രസ് പറഞ്ഞു കൊടുത്തു. ഒന്ന് കീഴൂട്ടരാമയുടെ കൊച്ചുമകൻ, ഒന്ന് ആർ ബാലകൃഷ്ണയുടെ മകൻ, മന്നത്തെ ആചാര്യന് ബലിയിടാൻ ഭാഗ്യം ലഭിച്ച, മഹാഭാഗ്യം ലഭിച്ച ആർ ബാലകൃഷ്ണയുടെ മകൻ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സിനിമാ നടനായ ഗണേഷ് കുമാർ 25 വർഷമായി കഴിഞ്ഞ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ള, മതേതരത്തിന് വേണ്ടി പോരാടിയ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായ ഗണേഷ് കുമാർ. അങ്ങനെ 4 അഡ്രസ് എനിക്കുണ്ട്. ഇതിൽ ഏത് അഡ്രസ് എടുത്തു മാറ്റാൻ പറ്റും? ആരെങ്കിലും ഞാൻ നടന്നു വരുമ്പം സുമാരൻ നായരുടെ ഒരു ചിങ്കിടി വരുന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ട്? എന്നെ കാണുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി, ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കും ആർക്കെങ്കിലും തോന്നിയോ അയ്യോ ലേടെ ഒരു ചിങ്കിടി വരുന്നു എന്ന് ഒരാളും പറയത്തില്ല. തലയ്ക്ക് വെളിയുള്ള ഒരുത്തനും പറയത്തില്ല. അങ്ങനെ കണ്ടിട്ടില്ല. മറ്റേ ഈ പറഞ്ഞ 4 കാര്യവും പറയും. 4 കാര്യവും പറയും. സിനിമാകാരന്റെ കാര്യം പറയും, രാഷ്ട്രീയക്കാരന്റെ കാര്യം പറയും, ബാലേശ്വരയുടെ മോനാന്ന് പറയും, കീഴൂട്ടരാമയുടെ കൊച്ചുമോനാന്ന് പറയും, ഇതെല്ലാം പറയും അല്ലേ? മറ്റത് പറയത്തില്ല. ഇവർക്ക്, ഈ കൊച്ചുമക്കൾക്ക് അവിടെ കയറണമെങ്കിൽ പൂട്ടിന്റെ താക്കോല് ചോദിക്കണം. ഞാൻ ഒരു ദിവസം തമാശയ്ക്ക് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സ്മൃതി മണ്ഡപം ശ്രീമതി സോണിയാഗാന്ധി പൂട്ടി വയ്ക്കാൻ പറ്റുമോ? ഒരു കാര്യം ആലോചിക്കണം. മഹാന്മാരായ പലരും വരേണ്ട സ്ഥലമാണ് മന്നത്തെ ആചാര്യന്റെ സ്മൃതി മണ്ഡപം. മന്നത്തെ ആചാര്യന്റെ ജന്മജയന്തി നടത്തേണ്ടത്, ജയന്തി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൽ ഉയർന്നു വന്ന പ്രിയപ്പെട്ട നാടിന്റെ അമ്മയാണ് ദ്രൗപദി മുർമു. ആ അമ്മ വന്നിട്ടാണ്, ആ രാഷ്ട്രപതി വന്നിട്ടാണ് മന്നത്തെ ആചാര്യന്റെ ജന്മദിനം ഉദ്ഘാടനം ചെയ്തത്. 100ാം ജന്മദിനത്തിന് പോലും ഒരു പ്രസിഡന്റിനെ, ഒരു പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ. ശിവഗിരിയിലേക്ക് നോക്കൂ, എത്ര പ്രസിഡന്റുമാർ വന്നു, എത്ര പ്രധാനമന്ത്രിമാർ വന്നു, എത്ര വൈസ് പ്രസിഡന്റുമാർ വന്നു, എത്ര കേന്ദ്രമന്ത്രിമാർ വന്നു, ലോക നേതാക്കൾ വന്നു. എന്തിന്? ഗുരുദേവനോടുള്ള അവരുടെ ആദരവർപ്പിക്കാൻ വന്നവരാണ്. പിന്നെ ജനിച്ചപ്പോൾ തന്നെ ഗുരുദേവൻ ആരാന്ന് പഠിച്ചുകൊണ്ടല്ലേ വരുന്നത്. അവർ പ്രസിഡന്റൊക്കെ ആയതിനു ശേഷം അവർ പദവികളിലെത്തുമ്പോൾ ഗുരുദേവൻ ആരാന്ന് പഠിക്കും. അതുപോലെ മന്നത്തെ ആചാര്യനെ കുറിച്ച് പഠിക്കും. മന്നത്തെ ആചാര്യനെ പറ്റി പ്രസംഗിക്കാൻ ശബരിമലയിൽ വന്നു നമ്മുടെ ആദരണീയായ ഇന്ത്യൻ പ്രസിഡന്റ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട അമ്മ, അവർ വന്ന് ശബരിമലയിൽ തൊഴുതു. അവരെന്തുകൊണ്ട് ചങ്ങനാശ്ശേരി വിളിക്കുന്നില്ല? ഭാഷ അറിഞ്ഞുവിടെങ്കിൽ അറിയാവുന്നവരില്ലേ വേറെ? അവരെ പറഞ്ഞുവിടും. ഏതെങ്കിലും കോളേജിലെ ഒരു പ്രൊഫസറെ പറഞ്ഞു വിട്ടാൽ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവരുമല്ലോ. പിന്നെ ഇവിടെ വരുമ്പോൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ചോദിച്ചാൽ നമ്മൾ പപ്പ അടിക്കുമെന്നുള്ള പേടി വേണ്ട. റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും സംസാരിക്കുന്ന ഭാഷ അറിഞ്ഞിട്ടാണ്, ഇംഗ്ലീഷ് അറിഞ്ഞിട്ടാണ് അല്ലല്ലേ? ട്രാൻസ്ലേറ്റർ വെച്ചാൽ മതി. ഇടയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഈ കോളേജ് പ്രൊഫസർമാരൊക്കെ ഒരുപാടില്ലയോ? അവർ യോഗ്യതയുള്ളവരുണ്ടല്ലോ, മകളെ പോലുള്ളവരല്ലല്ലോ, വേറെ യോഗ്യതയുള്ളവരില്ലയോ? മകള് കൂലിക്ക് പുസ്തകം എഴുതി, ആരാ? മറ്റു പ്രൊഫസർമാരെ കൊണ്ട് പുസ്തകം എഴുതിച്ചേച്ച് അതെല്ലാം കുത്തി തച്ചേച്ച് മകളുടെ പേര് പുസ്തകം ഇറക്കിയെന്ന് പറയാ. പുസ്തകത്തിൽ ഒരു പേര് പോലും മകളുടേതായിട്ടില്ല.
മന്നത്താചാര്യനെ പറ്റി കോളേജിലെ മറ്റ് പ്രൊഫസർമാർ എഴുതിയ സാധനം കുത്തിത്തച്ചതിന് ശേഷം അത് മഹത്തായ ഒരു രചയിതാവ്, എഡിറ്റർ, വളരെ എളുപ്പമുണ്ടല്ലോ കുത്തിത്തച്ച. എന്നാ പിന്നെ പ്രസ്സിൽ കുത്തിത്തച്ച പാവത്തിന്റെ പേര് എഴുതിയാൽ പോരായിരുന്നു ഫ്രണ്ടിൽ. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം, ഒരു സമരമുറ മഹാത്മജി സ്വീകരിച്ച പോലൊരു സമരമുറ ഞാൻ പറയാം. മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല എങ്കിൽ ഒരു സമരമുറയാണ്. അതിലേ പോകുന്നവരെല്ലാം ഒരു ശകലം പൂവ് വാങ്ങിച്ചു പോവുക. ഇതുപോലെ ആ പുറത്തെ മതിലിൽ നിന്ന് അകത്തോട്ട് നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള ആദരവ്, അതുപോലെ നിർത്തില്ല, ആദരവ് നിർവഹിക്കണം. അതൊരു സമരമുറയാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ പദയാത്ര നടത്തിയ മന്നത്താചാര്യൻ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടിയിട്ടാണ്. ക്ഷേത്രപ്രവേശനത്തെ ഇത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി പദയാത്ര നടത്തിയ മഹാനായ നേതാവാണ് മന്നത്താചാര്യൻ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ കയറാൻ അവസരം കൊടുക്കണമെന്ന് അവകാശപ്പെട്ടാണ്. യഥാർത്ഥ വിപ്ലവകാരിയാണ്. ഇപ്പൊ വൈക്കത്തൊന്ന് പോയി നോക്കുമ്പോൾ വൈക്കത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വൈക്കത്തൊന്ന് പോയി നോക്കണം, ഞാൻ വെറുതെ പറഞ്ഞല്ല. വൈക്കത്ത് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കുള്ള സ്മാരകമുണ്ട്. മനോഹരമായ രാജകീയമായ കിടപ്പുണ്ട്. അവിടെ ഭയങ്കര ആളുകൾ വരുന്നു, സന്ദർശകർ വരുന്നു, തൊഴുന്നു, പോകുന്നു, അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്നു. എല്ലാം ഇപ്പുറത്ത് മന്നത്തിന്റെ സ്മാരകമുണ്ട്. പൂട്ടിയിട്ടേക്കുക, 3 പൂട്ടിട്ട് പൂട്ടിയേക്കുക. ഒരു വാച്ചർ പോലും ഇല്ല, അറിയാം, ഒരു വാച്ചർ പോലും ഇല്ല. ഞാൻ തടവിലാന്ന് പറഞ്ഞ് വെറുതെ ആന്ന് തമാശയ്ക്ക് പറഞ്ഞാന്ന് വിചാരിക്കരുത്. വൈക്കത്ത് പോയി നോക്കണം. കഴിഞ്ഞ ദിവസം ഒരു കരയോഗത്തിൽ നിന്ന് കുറെ ആളുകൾ അവിടെ വൈക്കത്ത് പോയി ഒരു ടൂർ പോയതാ. നോക്കിയപ്പോ ഇപ്പുറത്ത് പെരിയാറുടെ സ്മാരകം, പെരിയാറ് സ്മാരകം ദേവാലയം പോലെ സൂക്ഷിക്കുന്നു. അവിടെ എല്ലാവരും കയറുന്നു, പോകുന്നു, കാണുന്നു, ആശുർ അദ്ദേഹത്തിനെ വന്ദിക്കുന്നു, പോകുന്നു. പുറത്ത് മന്നത്ത് പത്മനാഭന്റെ സ്മാരകം കൊണ്ട് അവിടെ പൂട്ടിയിട്ടേക്കുക, 3 പൂട്ടിട്ട് വാച്ചർ പോലും ഇല്ല. അതിന്റെ താക്കോലും ചങ്ങനാശ്ശേരി ഇരിക്കുക. വരണം, തുറന്നു കൊടുക്കാൻ. ആർക്ക്? പ്രധാനമന്ത്രി എന്നാ തുറന്നു കൊടുക്കൂല, പ്രസിഡന്റ് ഒന്നാ പറഞ്ഞു കൊടുക്കൂല. ഞാൻ ചില ശിവഗിരിയിൽ പ്രസിഡന്റ് വരുന്നില്ലേ, ശിവഗിരിയിൽ പിന്നെ പ്രധാനമന്ത്രി വന്നില്ലേ? അവിടെയൊക്കെ ഈ പട്ടി കയറും എന്ന് പറയുന്നത് അവിടെ അങ്ങ് പട്ടി കയറിയില്ല, അവിടെ അങ്ങ് കയറിയില്ലല്ലോ. ശിവഗിരി ആശ്രമത്തിലെ പുണ്യഭൂമിയിൽ ഗുരുദേവന്റെ സ്മാരകത്തിൽ സമാധി മന്ദിരത്തിൽ ഒരു നായും കയറിയില്ല. പ്രസിഡന്റ് വന്നു, പ്രധാനമന്ത്രി വന്നു. ഇടുങ്ങിയ ചിന്താഗതിയാണ് കുഴപ്പം. നമ്മുടെ ആചാരനെ അനുസ്മരിക്കാൻ, നമ്മുടെ ആചാരനെ പ്രകീർത്തിക്കാൻ ആരെയാ കൊണ്ടുവരുന്നേ? 50% മാർക്കില്ലാതെ ജോലി കയറാൻ മടിച്ച, സ്വന്തം മകളെ കള്ളമാർക്ക് ഇട്ടുകൊടുത്ത് കയറ്റാൻ സഹായിച്ച ഒരാളെ റിട്ടയർഡ് വൈസ് ചാൻസലറാണ് പറഞ്ഞ് മന്ന സമാധി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക, മന്ന ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക. ഒന്ന് ആലോചിക്കണം, എത്രത്തോളം നമ്മൾ അതപ്പതിക്കുന്ന. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട, ആചാര്യനെ പറ്റി സംസാരിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളണ്ടേ? അവിടെയല്ലേ ഇതിന്റെ വലിപ്പം. ഇത്തരം ഒളിച്ചോട്ടങ്ങൾ എങ്ങോട്ടാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് മന്നത്ത് ആചാര്യനെ മോചിപ്പിക്കുക എന്നുള്ള സമരം. ഈ ഒരു പുസ്തകം വളരെ മനോഹരമാണ്. ഈ പുസ്തകത്തിൽ തുടർച്ചയായിട്ട് പുസ്തകങ്ങൾ വരും. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ അറിയുന്ന ഒരുപാട് ആളുകൾ അവരുടെ ഓർമ്മകളിൽ നിന്ന് ചകഞ്ഞെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രേഖകൾ ഉണ്ട് ഇതിന്റെ പുറകിൽ.